1954 ഇന്ത്യയും ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യയും ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻലായുമായി സംയുക്തമായി 1954 ഏപ്രിൽ 29 ഇത് ഒപ്പിട്ടത്. ഇതിലെ നിർദ്ദേശങ്ങൾ: രാഷ്ട്രങ്ങളുടെ അതിരുകളെയും പരമാധികാരത്തെയും പരസ്പരം ബഹുമാനിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര നേട്ടവും ഉറപ്പുവരുത്തുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, സമാധാനപരമായ സഹവർത്തിത്വവും സാമ്പത്തിക സഹകരണവും ഉറപ്പുവരുത്തുക എന്നിവയാണ്. ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രിയായിരുന്നത് വി.കെ. കൃഷ്ണമേനോനാണ്. ഇന്ത്യ ചൈന യുദ്ധം നടന്നത് 1962 ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരാണ് മക്മോഹൻ രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യത്തെ യുദ്ധം നടന്നത് 1947 രണ്ടാമത്തെ യുദ്ധം നടന്നത് 1965 ഇന്ത്യയും പാകിസ്ഥാനും രണ്ടാമത്തെ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് താഷ്കണ്ട് കരാർ. താഷ്കണ്ട് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. താഷ്കണ്ട് കരാറിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റാണ് അയൂബ് ഖാൻ. താഷ്കണ്ട് കരാറിൽ മധ്യസ്ഥത വഹിച്ച സോവിയറ്റ് യൂണിയന്റെ പ്രീമിയറാണ് അലക്സി കോസിഗിൻ. ഇന്ത്യ പാകിസ്ഥാൻ മൂന്നാമത്തെ യുദ്ധം നടന്ന വർഷം 1971 ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് കാരണമായ യുദ്ധമാണ് 1971 ഇന്ത്യ പാക് യുദ്ധം. ഇന്ത്യ പാക്കിന്റെ മൂന്നാമത്തെ യുദ്ധം അവസാനിക്കാൻ കാരണമായ കരാറായിരുന്നു സിംല കരാർ. സിംല കരാർ ഒപ്പുവെച്ചത് 1972 സിംല കരാറിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റാണ് സുൽഫിക്കർ അലി ഭൂട്ടോ. ഇന്ത്യ പാകിസ്ഥാൻ കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999 കാർഗിൽ യുദ്ധം നടന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ്. കാർഗിൽ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ്.